താമസിക്കാൻ വരുന്ന ആളാണ് ഞാൻ. നമുക്ക് നല്ല വൈകുന്നേരം നല്ല സുന്ദരമായ മട്ടൻ കറി, നല്ല സുന്ദരമായ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഇത്ര നീളമുള്ള വാഴ പോകാൻ കാരണം ഒരു മട്ടൻ കറി കഴിച്ച് കഴിഞ്ഞാൽ 3 ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ടേസ്റ്റ് ഇന്നും അദ്ദേഹത്തിൻ്റെ മകൻ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ആവശ്യമുള്ള മട്ടൻ കറി സാധ്യമാണ്. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood and my tongue keeps bleeding. From the words I spit, so sharp, so freezing. So cold, behold, frostbite they feeling. I could tear you apart or I could go heal them. Don't believe in fate, don't believe in ceilings. I just need a taste and my mind starts peeling. I don't pace myself, I grind on kneeling. Got lust for change, I just love the feeling. കൊല്ലത്ത് ഫയൽവാൻ ഹോട്ടലിലെ മട്ടൻ കറിയാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 20 കിലോ ഇറച്ചി, 20 കിലോ ഇറച്ചിയാണ്. 10 കിലോ ഉള്ളി, 10 കിലോ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ്. 20 കിലോ ഇറച്ചിയാണ് ഇടുന്നത് മട്ടൻ കറിക്ക് വേണ്ടി. ഉപ്പാണ് മഞ്ഞപ്പൊടിയുടെ ഇതെല്ലാം ഇവിടെ തന്നെ പൊടിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതാണ് ഇവരുടെ ക്വാളിറ്റിയുടെ ഏറ്റവും വലിയ ഗുണം. ഇഞ്ചിയാണ് ഇടുന്നത്, ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഓട്ടുരുളിയിലാണ് ഈ സംഭവം വെക്കുന്നത്. ഈ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചു ചുവന്നുള്ളിയിട്ട് ഇറച്ചി ചതച്ചിലിട്ട് മഞ്ഞപ്പൊടിയിട്ട് ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളുണ്ട്. നല്ലോണം നുണഞ്ഞെടുക്കുകയാണ്. ഇവിടെ മാനേജർ ബാബുചേട്ടൻ തന്നെയാണ് ഇത് നമ്മളെ കുക്ക് ചെയ്ത് കാണിക്കുന്നത്. അദ്ദേഹം 40 കൊല്ലമായി ഇവിടെ വന്നിട്ട് തന്നെ കുക്ക് ചെയ്യാനും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് അടച്ചു വെച്ചു. ഇത് 1 മണിക്കൂർ എടുക്കും വേവാൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫയൽവാൻ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടനോട് ചോദിക്കാം ഫയൽവാൻ ഹോട്ടലിനെ പറ്റി. ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമറാണോ? അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ പറ്റി നല്ല അഭിപ്രായമായിരിക്കും, അതുകൊണ്ടാണല്ലോ സ്ഥിരം വരുന്നത്. ഒരു കുഴപ്പമില്ല. വിശ്വസിച്ച് കഴിക്കാം. നമ്മുടെ മട്ടൺ ഒന്ന് നോക്കുകയാണ്, മട്ടൺ ആയോ നോക്കുകയാണ്. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ മാനേജർ ബാബുചേട്ടൻ തന്നെയാണ് ഇന്ന് നമുക്ക് വേണ്ടി പാചകം ചെയ്യുന്നത്. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കുന്ന വിധം അദ്ദേഹം ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മളത് 22
22 കിലോ ഇറച്ചിയുണ്ട്, 11 കിലോ ചുവന്നുള്ളിയുണ്ട്, ചെറിയ ഉള്ളി 11 കിലോ ഉണ്ട്. അതായത് കിലോയ്ക്ക് 400 ഗ്രാം കണക്കാക്കിയുള്ള ഉള്ളി കണക്കിന് 22 കിലോ ഇറച്ചിക്ക് 11 കിലോ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, 100 ഗ്രാം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, 100 ഗ്രാം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 50 ഗ്രാം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. വെള്ളം ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മട്ടക്കറി ഉണ്ടാക്കാം. മട്ടക്കറി ഉണ്ടാക്കുന്ന വിധമാണ് ബാബുചേട്ടൻ പറഞ്ഞു തന്നത്. ഈ മട്ടക്കറി ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് ഫയൽവാൻ ഹോട്ടലിൽ വന്ന നല്ല കിടിലൻ മട്ടക്കറി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അപ്പം നമ്മുടെ മട്ടൻ ഏകദേശം ആയിട്ടുണ്ട്. 5 മിനിറ്റൂടെ 5 മിനിറ്റൂടെ ആയി കഴിഞ്ഞാൽ മട്ടൻ റെഡിയാവും. 5 മിനിറ്റൂടെ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ ബാബുചേട്ടൻ നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇറച്ചിയുടെ വേവ് നോക്കുന്നത് ഇങ്ങനെയാണ്. വെന്തുന്നർത്ഥം. അപ്പോൾ ഇറച്ചിയുടെ വേവ് നോക്കുന്ന ഇറച്ചി ഇങ്ങനെ കീറിയാണ് ഇറച്ചിയുടെ വേവ് നോക്കുന്നത്. അപ്പോൾ വെന്തിട്ടുണ്ട്. മട്ടക്കറിയുടെ മട്ടൻ നോക്കുന്നതൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. 22 കിലോ ആണ്. 22 കിലോയ്ക്ക് ഞാൻ 11 കിലോ ചുവന്നുള്ളി ഇട്ടിരുന്നു, 50 ഗ്രാം ഇഞ്ചി ഇട്ടിരുന്നു, 50 വെളുത്തുള്ളി ഇട്ടിരുന്നു, മഞ്ഞപ്പൊടി ഇട്ട്, ഉപ്പിട്ട്, വെള്ളം ഒഴിച്ചിരുന്നു. ഇത് മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ചേർക്കുന്നത് 1/2 കിലോ ഉണ്ട്. ഇത് 1/2 കിലോ മല്ലിപ്പൊടിയാണ്. കുരുമുളക് പൊടിയാണ്. ഇതൊരു 25 ഗ്രാം വരും. 25 ഗ്രാം കുരുമുളക് പൊടി. മസാലപ്പൊടിയാണ്. മസാലപ്പൊടി എന്ന് പറയുന്നത് എല്ലാം ഐറ്റങ്ങൾ പൊടിച്ചിരിക്കുകയാണ്. അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, പെരിഞ്ചീരകം 5 ഐറ്റം ചേർന്ന മസാലയാണ്. അത് ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കണം. നന്നായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര മിനിറ്റ് വെക്കേണ്ടി വരും? ഇതൊരു 5 മിനിറ്റ്. 5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് മട്ടൻ റെഡിയാവും. മുളക് പൊടിയാണ് ഇത് കാണുന്നത്. എണ്ണയ്ക്കകത്ത് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 1 കിലോയ്ക്ക് 50 ഗ്രാം കണക്കാക്കി ഞങ്ങൾ സാധനം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 1 കിലോയ്ക്ക് 50 ഗ്രാം കണക്കാക്കി ചേർക്കും. അപ്പോൾ എല്ലാം ഇവിടെ തന്നെ പൊടിപ്പിച്ച സാധനങ്ങളാണ്. മുളക് പൊടി എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്തതാണിത്. ഇപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. തന്നെ പൊടിച്ച് വറുത്ത മുളക് പൊടിയാണ്. ഒന്നും മായമില്ലാത്ത സാധനങ്ങളാണ്. എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. ഈ മട്ടൻ കറിയൊക്കെ റോട്ടുള്ളിലേക്ക് അത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായ ടേസ്റ്റ് ഉണ്ടാകും. പച്ച വെളിച്ചെണ്ണ
പച്ച വെളിച്ചെണ്ണ മുകളിൽ തളിച്ചു. മല്ലിയിലയാണ്, പുതിനയില, പുതിനയിലയാണ് ഇട്ടത്. അവസാനം പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ഇളക്കി പുതിനയില ഇട്ടു. മട്ടൺ റെഡിയായി. ഇതാണ് നമ്മുടെ ഫയൽവാൻ ഹോട്ടലിലെ സ്പെഷ്യാലിറ്റി മട്ടൺ കറി. അപ്പോൾ നമുക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്ത പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ബന്ധപ്പെട്ട ബാബുച്ചേട്ടനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഫയൽവാൻ ഹോട്ടലിലെ മാനേജറാണ്, 40 വർഷത്തോളമായി ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. അപ്പം അദ്ദേഹം തന്നെയാണ് നമുക്ക് വേണ്ടി ഈ വീഡിയോ ഇവിടെ ചെയ്തത്. സഞ്ചാരി ട്രാവലിലൂടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മട്ടൻ കറി അതുപോലെ നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ മട്ടൻ കറിയുണ്ട്. ഓക്കെ, ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മട്ടൻ കറിയുണ്ട്, മട്ടൻ്റെ എല്ലാം ഉണ്ട്. എല്ലാം ബാബുച്ചേട്ടൻ കാര്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മട്ടൻ്റെ എല്ലാം ഇതാണ് എൻ്റെ മെയിൻ ഘടകം.